അപ്രതീക്ഷിതമായി സംഭവിച്ച എവിക്ഷന്റെ നടുക്കം അത് തുറന്നു പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിജോയും അവസാന ആഴ്ചയിൽ പടിയിറങ്ങുകയാണ്. എന്താണ് തനിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് പ്രേക്ഷകർ തന്നെ പുറത്താക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും സിജോയ്ക്ക് യാതൊരു ആൻസറുമില്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയിട്ട് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയും തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തുകയും ചെയ്യും എന്നുള്ള ഉറപ്പ് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടാണ് സിജോ ബി ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 സിജോയെ സംബന്ധിച്ച് ഒരിക്കലും മറക്കുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബി ഹൗസിനോടുള്ള ബന്ധത്തിൽ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കലും സിജോയെ മറക്കുവാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, അത്രമാത്രം ആഴത്തിലുള്ള മുറിവ് തന്റെ ശരീരത്തിലും മനസ്സിലും ഏൽപ്പിച്ച ഒരു സീസണായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6. അതുകൊണ്ട് തന്നെ സിജോ വലിയ പ്രതീക്ഷയിലുമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ എന്ന പട്ടം അത് തനിക്ക് തന്നെ ഉള്ളതാണ് എന്ന് എല്ലായ്പ്പോഴും ആവർത്തിച്ചുറപ്പിച്ചു വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വരുന്ന ഓരോ ആഴ്ചകളിലും ഇന്ന ആൾക്കാരായിരിക്കും പുറത്തു പോവുക എന്നെല്ലാം സിജോ വിളിച്ചു പറയുമ്പോഴും സിജോയ്ക്ക് വലിയ കോൺഫിഡൻസ് ആയിരുന്നു താൻ അവസാന നിമിഷം വരെ അവിടെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ എവിക്ഷൻ ഒരു ഞെട്ടലോടുകൂടിയാണ് സിജോ കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിജോ പുറത്തായി എന്നുള്ള വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതാണ്. ഞാനും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തതാണ്. ആ സമയത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, സിജോ ഇപ്പോൾ ബി ഹൗസിൽ നിന്ന് പുറത്താകേണ്ടിയിരുന്ന ഒരാളല്ല എന്നുള്ളത്. പലതരത്തിലും പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ട്, സിജോ പുറത്തു പോകേണ്ട ആൾ തന്നെയാണ് എന്ന രീതിയിൽ. പക്ഷേ സിജോയേക്കാൾ മുമ്പ് പുറത്തു പോകേണ്ട ആൾക്കാർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. അതെ, അവർ ഫിനാലെ വീക്കിലേക്ക് കയറിയിരിക്കുന്നു. പാട്ടും പാടി ചില വ്യക്തികൾ ഫിനാലെ വീക്കിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാതെ വളരെ സേഫ് ഗെയിം കളിച്ചുകൊണ്ട് ക്യൂട്ട്നെസ് വാരി വിതറിക്കൊണ്ട് ശ്രീതു ഫിനാലെ വീക്കിലേക്ക് പോയിരിക്കുകയാണ്. ഒരഭിപ്രായങ്ങളും ഒന്നിനെക്കുറിച്ചും പറയാതെ, ഒരു കാര്യങ്ങൾക്കകത്തും ഇടപെടാതെ, എല്ലായ്പ്പോഴും നിശബ്ദത പാലിച്ചുകൊണ്ട്, തന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിനു മാത്രം 2 വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് മലയാളി പ്രേക്ഷകരെ കയ്യിലെടുക്കുവാൻ ശ്രീതുവിന് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതൊരു പക്ഷേ ശ്രീതുവിന്റെ വിജയമായേക്കാം. എന്നാൽ സിജോയുടെ പുറത്താകലിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്നുള്ളത്. എവിടെയാണ് സിജോയ്ക്ക് പിഴച്ചത്? സിജോ ലക്ഷ്യത്തിലേക്ക് തന്നെ യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ സിജോ അറിയാതെ തന്നെ തന്റെ ലക്ഷ്യം തെറ്റി. സായിയുടെ വരവോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുവാൻ തുടങ്ങിയത്. അത് വളരെ കൃത്യവുമാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുണ്ടാക്കുക. വൈൽഡ് കാർഡായി ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറി വന്ന നന്ദന തുടക്കത്തിൽ തന്നെ ജനങ്ങളുടെ അതൃപ്തിയും വെറുപ്പും സമ്പാദിച്ച ഒരു കഥാപാത്രമായിരുന്നു. ആ നന്ദനയുമായിട്ടുള്ള അടുത്തിടപഴകൽ, നന്ദനയെ തന്റെ പെങ്ങളൂട്ടിയായി പരസ്യമായി പ്രഖ്യാപിച്ചത്, നന്ദനയ്ക്കുള്ള വീട് പദ്ധതിയെക്കുറിച്ച് അവിടെ പ്ലാൻ ചെയ്തത്, അവിടുത്തെ ഗ്രൂപ്പുകളിൽ ഇതെല്ലാം അവസാന നിമിഷത്തിൽ സിജോയെ തിരിഞ്ഞുകൊത്തുകയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ വിജയരഥത്തിലേറുവാൻ വേണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് താൻ പോലും അറിയാതെ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ വളരെ നിരാശയുള്ള ഹൃദയത്തോടുകൂടി സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറയുകയാണ്. സിജോ ആ വീട്ടിൽ നിന്നും വിട പറയുന്നതിൽ ഏറ്റവും അധികം ദുഃഖിതനായിരിക്കുന്നത് അർജുനാണ്. എന്തുകൊണ്ടാണ് അർജുൻ ഇത്രയധികം ദുഃഖം? എല്ലാവരും കേൾക്കെ, അർജുൻ അലറിക്കരയുവാൻ തക്കവണ്ണമുള്ള അത്രമാത്രം അറ്റാച്ച്മെന്റ്, അത്രമാത്രം അടുപ്പമൊന്നും നമുക്ക് അർജുനും സിജോയും തമ്മിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ലൈവൊക്കെ 24 മണിക്കൂർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ഒരളവിൽ കവിഞ്ഞ ബന്ധവും സൗഹൃദവും ഒന്നും അവിടെ ഇല്ലായിരുന്നു. സായിയോടുണ്ടായിരുന്നതുപോലെ, നന്ദനയോടുണ്ടായിരുന്നതുപോലെ ഒന്നും വലിയ ബന്ധങ്ങളൊന്നും അർജുനുമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിൽ അർജുൻ അവിടെ വെച്ച് ഉറക്ക കരഞ്ഞത്? അത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. കാരണങ്ങളില്ലാത്ത കരച്ചിലുകൾക്ക് അങ്ങനെ മാത്രമേ ഒരു വിധി എഴുതുവാൻ എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സിജോ എന്നൊരു മത്സരാർത്ഥിക്ക് തരക്കേടില്ലാത്തൊരു ഫാൻ ബേസ് പുറത്തുണ്ട്. സിജോയ്ക്ക് വേണ്ടി ഒരു ആർമി തന്നെ രൂപീകൃതമായിട്ടുണ്ട്. ഈ ആർമിയുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത് വരാൻ പോകുന്നത്. ഫിനാലെ വീക്കിൽ ഇനി ആരെയായിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിനുള്ള മറുപടി അർജുൻ ആകട്ടെ. കാരണം അർജുൻ കരഞ്ഞു, മറ്റാരും കരഞ്ഞില്ല. എന്തായാലും നമുക്ക് നോക്കാം, അർജുന്റെ ഈ ആത്മാർത്ഥതയുള്ള കരച്ചിലിന്റെ മുമ്പിൽ അട്ടിമറികൾ സംഭവിക്കുമോ? സിജോ ആർമി അടുത്ത ദിവസങ്ങളിൽ അർജുൻ ആർമിയായി രൂപാന്തരം പ്രാപിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതിന്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നറായി അർജുൻ മാറിയാൽ അതിനകത്ത് അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം അർജുൻ ഒരു നല്ല ക്യാരക്ടറിന്റെ ഉടമ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെ ആസ്ഥാന ഗെയിമർ എന്നുള്ള ആ സ്ഥാനത്തൊന്നും അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുവാൻ കഴിയില്ല. അയാൾ വലിയ വില കൊടുത്തിട്ടൊന്നും അവിടെ നിന്ന് വ്യക്തി ആയിരിക്കണമെന്നുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെയുണ്ട്. ജാസ്മിനെ ഏറ്റവും അധികം ആൾക്കാർ വെറുക്കുവാനുള്ള കാര്യം എന്താണ്? അവിടെ ജാസ്മിന്റെ ക്യാരക്ടർ മോശമായതുകൊണ്ടാണ്. ക്യാരക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുവാൻ യോഗ്യൻ അർജുൻ തന്നെയാണ്. കാരണം ആ വീട്ടിലെ ഏറ്റവും നല്ല ക്യാരക്ടറിന്റെ ഉടമ അർജുൻ തന്നെയാണ്. അവിടെയാണ് ക്യാരക്ടറാണോ വിജയെ തീരുമാനിക്കേണ്ടത് അതോ ഗെയിമാണോ വിജയെ തീരുമാനിക്കേണ്ടത് എന്ന ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തു മറുപടിയാണ് നൽകുവാൻ കഴിയുക? ബിഗ് ബോസ് മലയാളം സീസൺ 6ലെ ഏറ്റവും നല്ല ഗെയിം
ഗെയിമറായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് ആരെയാണ്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ വാചാലനാകുന്നില്ല. കാര്യം അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുവാനുള്ള ഒരാഴ്ച നമ്മുടെ മുൻപിൽ കിടക്കുകയാണ്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.